കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ 1000 നന്ദി യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഇന്നലകളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധൈര്യപ്പെടുവാനും ശക്തി പ്രാപിപ്പാനും അനുഗ്രഹത്തിൻ്റെ ആ നിറവ് അനുഭവിപ്പാനും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയല്ലോ. ഈ രാവിലെ കർത്താവ് നിങ്ങൾക്ക് പുതിയ വാതിലുകളും വഴികളും തുറക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏറിയ മറുപടി കിട്ടട്ടെ. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യം ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആമേൻ നമുക്ക് തരുന്ന ബന്ധത്തെക്കുറിച്ച്, നമ്മളും കർത്താവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം എത്രമാത്രമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആഴമായി പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. വള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം, മുന്തിരിവള്ളിയും കർത്താവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. ഇവിടെ ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ മുന്തിരിവള്ളിയാണ്. യേശു കർത്താവ് പറയുക, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഈ വള്ളി കൊമ്പും തമ്മിലുള്ള ബന്ധം അത് വലുതാണ്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അങ്ങനെ വസിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിൽ നാമും നമ്മളിൽ യേശു വസിച്ചാൽ, ആ വാക്യത്തിൽ തന്നെയുണ്ട്, എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകും. വസിക്കുക, ക്രിസ്തുവിനോട് കൂടെ വസിക്കുക, ക്രിസ്തുവിൽ വസിക്കുക, നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. ഒരു മുന്തിരിവള്ളിയെ ഉപമപ്പെടുത്തിയാണല്ലോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിലെ വള്ളി നമ്മുടെ കർത്താവാണെങ്കിൽ ആ വള്ളിയിൽ പൊട്ടി വരുന്ന കൊമ്പുകൾ നാം ആണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം ഭയങ്കരമാണ്. അതിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഈ കൊമ്പ് ഒരിക്കലും ഒടിയത്തില്ല, ഈ കൊമ്പ് ഒരിക്കലും നശിക്കത്തില്ല. കാരണം കാറ്റ് വന്നാലും മഴ വന്നാലും ഈ കൊമ്പിനെ നശിപ്പിക്കുവാൻ കഴിയാത്തതിൻ്റെ വലിയ കാര്യം ഇത് നല്ല വള്ളിയുമായി ബന്ധമുള്ളത് കൊണ്ടാണ്, ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. മുന്തിരി വള്ളിയാകുന്ന ക്രിസ്തുവിനോട് കൂടെ കൊമ്പുകളായ നമ്മൾ ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ മഴ വരട്ടെ, ശക്തമായ കാറ്റ് വരട്ടെ, നന്നായി നനഞ്ഞെന്നിരിക്കും മഴ വരുമ്പോൾ, നന്നായി ആടി ഉലഞ്ഞെന്നിരിക്കും കാറ്റ് വരുമ്പോൾ, പക്ഷെ ആ കൊമ്പ് തകരുന്നില്ല. ആ കൊമ്പ് മഴ പെയ്തതുകൊണ്ട് അത് ചീഞ്ഞു പോകുന്നില്ല, വെള്ളം തന്നെ തട്ടിയതുകൊണ്ട് അഴുകിപ്പോകുന്നില്ല. കാരണം അതിൻ്റെ വള്ളി ശക്തമാണ്, സ്ട്രോങ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നാം കർത്താവുമായൊരു ബന്ധമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ നമ്മൾ വസിക്കുന്നെങ്കിൽ ഏത് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മെ തകർക്കുവാനോ മുടിക്കുവാനോ ഒതുക്കുവാനോ കഴിയുകയില്ല. ഇങ്ങനെ ബന്ധമുണ്ടെങ്കിൽ വേദപുസ്തകം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. നോക്കിക്കേ, വള്ളിയിൽ കൊമ്പ് വസിച്ചാൽ, കൊമ്പ് വള്ളിയിൽ വസിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ വ്യക്തമായിട്ട് ഒന്നുകൂടെ ഇറങ്ങി പറയുകയാണ്,
എന്താ പറയുന്നത്? നിങ്ങൾ എന്നിലും നമ്മൾ കർത്താവിലും. കർത്താവിൻ്റെ വചനം നമ്മളിലും വസിച്ചാൽ എന്താ അവിടെ റിസൾട്ട് ഉണ്ടാകുക? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. അതെ പ്രിയരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾ കൊതിക്കുന്ന ചിലതില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നല്ല അഡ്മിഷന് വേണ്ടി, നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് നല്ലൊരു ഭവനം കിട്ടാൻ വേണ്ടി, നിങ്ങളുടെ ശരീരത്തിൽ ഒരു സൗഖ്യമുണ്ടാകാൻ വേണ്ടി, നിങ്ങളുടെ കടവും ദാരിദ്ര്യവും നിങ്ങളുടെ സ്ഥിതി മോശപ്പെട്ട അവസ്ഥയിൽ കഴിയുമ്പോൾ അതിലൊരു വിടുതലും അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി, നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവപാദപീഠത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നിങ്ങൾ വസിച്ചാൽ, യേശുവിൻ്റെ കൂടെ നിങ്ങൾ ജീവിച്ചാൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ കൂടെ ഞാൻ പറയുകയാ, നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും, കരഞ്ഞതിന് മറുപടി ഉണ്ടാകും, ഉപവസിച്ചതിന് മറുപടി ഉണ്ടാകും. ഒറ്റപ്പെടുത്തിയ, മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന, യേശുവിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന, യേശുവിനോട് പറ്റിച്ചേരുന്ന ഒരനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും ദൈവസാന്നിധ്യത്തോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കും. അതിൻ്റെ നടുവിൽ ഏത് മഴ വന്നാലും, ഏത് തിരമാല നിനക്കെതിരെ വീശി അടിച്ചാലും, ഏത് കൊടുങ്കാറ്റ് നിന്നെ ആട്ടിപ്പായിച്ച് മുമ്പോട്ട് പോയാലും നിങ്ങൾ ഒടിയത്തില്ല, നിങ്ങൾ ചീഞ്ഞു നാറില്ല, നിങ്ങൾ നശിക്കില്ല, നിങ്ങൾ പുഴുവെടുത്തു പോകില്ല, നിങ്ങൾ വാടിപ്പോകില്ല, നിങ്ങൾ തളർന്നു പോകില്ല. കാരണം നിങ്ങളുടെ അടിസ്ഥാനം, നിങ്ങളുടെ ബേസിക് കർത്താവുമായിട്ടായതുകൊണ്ട് ആ നല്ല വള്ളിയാകുന്ന ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ചു ചേർക്കപ്പെട്ട ഒരു നല്ല കൊമ്പായി നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുമ്പോൾ, ആ കൊമ്പ് വള്ളിയിൽ നിന്നുള്ള ശക്തിയും ഊർജവും അത് പ്രാപിച്ചുകൊണ്ട് ആ കൊമ്പ് തലയെടുത്ത് നിൽക്കുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ കോവലോ ഒരു പാവലോ ഒരു മുന്തിരിയോ നട്ടുവച്ചാൽ ആ വള്ളിയിൽ നിന്നും കൊമ്പുകൾ തലയെടുത്ത് നിൽക്കുന്നത് പോലെ, പ്രിയരെ, നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ നട്ടുവെക്കുന്ന ഒരു പാവല് അത് പടർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ആ പാവലിൽ നിന്ന്, ആ വള്ളിയിൽ നിന്ന് കൊമ്പുകൾ പൊങ്ങി തലയെടുത്ത് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? എന്നതുപോലെ ഈ ഭൂമിയിൽ നിങ്ങൾ തലയെടുത്ത് നിൽക്കും. ഈ സാഹചര്യത്തിൽ നിങ്ങൾ തലയെടുത്ത് നിൽക്കും. നിങ്ങളെ നാറിയ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുവാൻ, നിങ്ങൾ തകർന്നു പോകുവാൻ, നിങ്ങൾ നിരാശപ്പെടുവാൻ, നിങ്ങൾ ജീവിക്കരുത്, അനുഗ്രഹം അനുഭവിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശുദ്രപ്രയോഗം ചെയ്തവരുടെ മുമ്പിൽ, ആഭിചാരം ചെയ്തവരുടെ മുമ്പിൽ നിങ്ങളെ നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി, നീ നന്നാകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിൻ്റെ മുഖത്ത് നോക്കി പറയാം, ഒരു തലയെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ നിനക്ക് ഈ ദിവസങ്ങളിൽ തരും. നിങ്ങൾ കീഴ്പോട്ടല്ല, നിങ്ങൾ മുകളിലോട്ട് വളരും. നിങ്ങൾ തലയെടുത്ത് നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകും. നിങ്ങൾ കർത്താവുമായിട്ട് വസിച്ചാൽ മതി. യേശുവുമായി വസിക്കുന്ന, യേശുവുമായി ജീവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ഉടലെടുത്താൽ, വേദപുസ്തകത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് നിങ്ങൾക്ക് തരും. അപ്പോൾ കർത്താവിൽ വസിക്കുക. പ്രശ്നങ്ങളെ കാര്യമാക്കേണ്ട, മഴയെ കാര്യമാക്കേണ്ട, കാറ്റിനെ കാര്യമാക്കേണ്ട, വേദനകളെ കാര്യമാക്കേണ്ട, രോഗങ്ങളെയും പരിഹാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരാജയങ്ങളെയും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ക്രിസ്തുവിൽ വസിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ തലയെടുത്ത് നിൽക്കും. നിങ്ങൾ തകർന്നു പോകില്ല. നിങ്ങൾ പ്രതിസന്ധികളിൽ നിങ്ങൾ വളരെ ഊഷ്മളമായ അനുഗ്രഹങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളെ കൽപ്പിച്ച ഈ നല്ല ദൂതിനായി സ്തോത്രം. അങ്ങിൽ ഞങ്ങൾ വസിക്കാൻ, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ഞങ്ങൾ ജീവിക്കാൻ, തകർന്നും ക്ഷീണിച്ചും പോകാതെ അങ്ങയോട് പറ്റിച്ചേരാൻ
അങ്ങ് ഞങ്ങൾക്ക് ബലം നൽകണേ, കൃപ നൽകണമേ, ശക്തീകരിക്കണമേ, ആലോചന കൊണ്ട് നിറയ്ക്കണമേ. ഈ മക്കളെ ദൈവം മാനിക്കണേ. കർത്താവേ, ഒരു വള്ളിയിൽ അതിൻ്റെ തല എടുത്തു നിൽക്കുന്നത് പോലെ, അത് ഉയർന്നു നിൽക്കുന്നത് പോലെ, പൊങ്ങി നിൽക്കുന്നത് പോലെ ഇവരുടെ വീട്ടിൽ, ഇവരുടെ സമൂഹത്തിൽ, ഇവരുടെ പള്ളിയിൽ, ഇവരുടെ ജോലി സ്ഥലത്ത് ഇവരുടെ തല എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇവർ ഉയർച്ച പ്രാപിക്കട്ടെ. നാലാട മുമ്പിൽ തലയെടുത്ത് നിൽക്കുന്ന ഒരനുഗ്രഹം ഇവരുടെ മേൽ സ്വർഗം ഇന്ന് രാവിലെ പകരുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.